മിസ്റ്റർ പി കെയർ. യെസ്, പി കെയർ. ഞാനല്ല, ഞാൻ അസിസ്റ്റന്റ് ബ്രൂണോ. അകത്ത് കമ്പനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂ ആർ യു? എനിക്ക് പി കെയറിനെ ഒന്ന് കാണണം. ഓക്കേ, ഹാൻഡ്സ് അപ്പ്, ഡോണ്ട് മൂവ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 9 50 പൈസ കുറവുണ്ടല്ലോ. ആരുടെ പൈസ കളിക്കാൻ വന്നത്? ആകെ 50 പൈസ കളിക്കണത്. അതെങ്ങനെ മര്യാദ? ബോസിനെ കാണാൻ പുറത്തൊരാൾ വന്നിരിക്കുന്നു. ആ പോ. ഇതിനകത്ത് ഉണ്ടയില്ലാതെ പോയത് നിന്റെയൊക്കെ ഭാഗ്യം. രണ്ടുണ്ടല്ലേ ബോസ്? അതെന്റെ അത്യാവശ്യമുള്ളതാ. യെസ്, കം ഓൺ. കുറച്ച് ദിവസമായി വേണ്ടപ്പെട്ട ഒരാളെ കാണാനില്ല. അയാളെ കണ്ടെത്തി ഒരു പോർലോല ഏൽപ്പിക്കാതെ തിരിച്ചുകൊണ്ടുവരണം. ഇത്രക്കൊരു നിസ്സാര കാര്യത്തിലാണോ പി കെ അന്വേഷിച്ചു വന്നത്? ഞാൻ എന്റെ സഹപ്രവർത്തകർ മുഖത്ത് എങ്ങനെ നോക്കും? 1 ലക്ഷം അഡ്വാൻസ്. ആളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷം. ടോട്ടൽ 5 lakhs. ആളെ ഞങ്ങൾ എത്തിക്കും. അയാളുടെ ഫോട്ടോ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ. കേരളത്തിൽ നിന്ന് കാണാതെ പോയ എല്ലാവരും ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ അവരെ പോക്കും. അതിൽ നിന്ന് നിങ്ങളാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഓക്കെ മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാറ വെട്ടി. അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? ബൈ ദ ബൈ, ഗിവ് മി ദ ഫോട്ടോസ്. സുന്ദരം. ഇവനെ ഞങ്ങൾ ഇതെന്റെ സാറിന്റെ നമ്പരാ. ഇനി അദ്ദേഹമായിരിക്കും നിങ്ങളെ വിളിക്കുക. ഓ, നോ പ്രോബ്ലം. ഇവനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ്? നോ ഡീറ്റെയിൽസ് ഞങ്ങൾ വാങ്ങാറില്ല. ഫോട്ടോ തന്നെ ധാരാളം. ഓക്കേ ഓക്കേ, ബൈ. മിസ്റ്റർ ബ്രൂണോ, again come closer to me. Yes. എടാ കഴുത, ഡീറ്റെയിൽസ് ഇല്ലാതെ എങ്ങനെയാടാ ഇവനെ കണ്ടുപിടിക്കുക? ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു പോയതല്ലേ. ഓ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നീ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടൂൾസും വണ്ടിയുടെ കീയും എടുത്തേക്ക്. ഓക്കേ ബോസ്. പിന്നെ അപ്പുറത്ത് രാമചന്ദ്ര കടയിൽ പോയി ഒരു 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. എനിക്ക് ബോസ്. നിനക്കൊരു പാലും വെള്ളവും ഒരു സവാള. ഓക്കേ, അത് ആഹാരത്തിന് ശേഷം. എത്ര നാളായി മര്യാദക്ക് ആഹാരം കഴിച്ചിട്ട്. അവനെ കണ്ടെത്തും വരെ ഹോട്ടൽ താജിനോട് വിട.